ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ലാലേട്ടൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. ഇതൊരു ഗെയിമാണ്, ഡട്ടി ഗെയിം അല്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയിടം തൊട്ട് ഇതുവരെയുള്ള ഒരു വ്യൂവർ എന്ന നിലയ്ക്ക് ഞാൻ ഉള്ള കാര്യം പറയാം. സത്യം പറഞ്ഞാൽ ഇതൊരു ഡട്ടി ഗെയിം സീസൺ ആയിപ്പോയി. ഫുള്ള് കുൽസിതം തന്നെ ആയിപ്പോയി. ഇതുവരെ എപ്പിസോഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിഷയമാണ് ഇതുവരെ ഒന്ന് തൊട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടുള്ളത്. ഇപ്പം ഒരുപാട് പേര് അനുവിനെ കുറ്റം പറയുന്നുണ്ട്. അനു എന്താണ് ചെയ്തത്? അവരവിടെ കാണിച്ചു കൂട്ടിയത് അവർ ചിലപ്പോൾ ഒരു കണ്ടന്റ് ആക്കി ഒരു കോംബോ ആയിട്ട് എടുക്കാൻ ശ്രമിച്ച് നോക്കിയതായിരിക്കാം. അതുകൊണ്ട് മാത്രമാണ് ജിസേലൊക്കെ ഇത്രയും പിടിച്ചു നിന്നത്. അവിടെ കുറെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് ജിസേൽ അൺഫെയർ എവിക്ഷനാന്ന് പറയുന്നുണ്ട്. എന്ത് തേങ്ങയാണ് ജിസേൽ അവിടെ കാണിച്ചു കൂട്ടിയത്? എന്ത് തേങ്ങ? ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയലല്ല ജിസേലും അല്ല, സാബുമാനും അല്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ സാബുമാൻ ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇതൊരു അൺഫെയർ എവിക്ഷൻ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ശരിയാണ്, സാബുമാനും ഈ ഒരു ഷോയ്ക്ക് പറ്റിയൊരു ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല. ഇവരൊക്കെ എന്തിനാണ് ഇതിലോട്ട് അപേക്ഷിച്ച് ഇതിലോട്ട് കയറി വരുന്നതെന്നാണ് ആലോചിക്കുന്നത്. അവിടെ ചെന്നിട്ട് ഈ പറയുന്ന നന്മമരം കളിച്ചിരിക്കാനാണെങ്കിൽ അവർക്ക് വീട്ടിൽ ഇരുന്നൂടെ? എന്തിനാണ് ഇതിലോട്ട് വരുന്നത്? സാബുമാനെ പോലത്തുള്ള കുറേ ആൾക്കാരുണ്ട്. കാരണം ഈ ഒരു ഷോ എല്ലാ ആൾക്കാരെയും ബിഗ് ബോസ് അങ്ങോട്ട് ചെന്ന്, ബിഗ് ബോസ് ടീം അങ്ങോട്ട് ചെന്ന് കാസ്റ്റ് സെലക്ട് ചെയ്യുന്നതല്ല. കുറേ ആൾക്കാർ അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്ത് അപേക്ഷിച്ചാണ് അങ്ങോട്ട് കയറി പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇതുപോലുള്ള ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നത് എന്തിനാണെന്നാണ്. ആ ഒരു ചാൻസ് വേറെ ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്കിലും കയറിപ്പോയി അവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ 1, അതുപോലെ സീസൺ 4, സീസൺ 5, ഈ 3 സീസൺ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അല്ലാതെ വേറെ ഒരു സീസണും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. അപ്പം ഇതിനകത്ത് ഇപ്പം ലാലേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗെയിമാണ്, ഡട്ടി ഗെയിം അല്ലെന്ന് പറയുന്നുണ്ട്. അപ്പം ജിസേലിൻ്റെയും ആരിൻ്റെയും പ്രശ്നം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്തും ചർച്ച. അപ്പം ഇനി ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ല. ജിസേൽ ഔട്ടായി, അതുപോലെ ഒനിയൻ സാബു ഔട്ടായെന്നൊക്കെയാണ് പറയുന്നത്. ഒഫീഷ്യലി എനിക്കറിയത്തില്ല, കാരണം ഇത് ഔട്ടായെന്ന് ഒരുമാതിരിപ്പെട്ട ചാനലിനകത്ത് എല്ലാ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ഔട്ടായെങ്കിൽ ഓക്കെ, അവരെ ഈ ജിസേലും ആരും തമ്മിലുള്ള പ്രശ്നം തീർന്നു. പക്ഷെ ഇവിടെ ഔട്ടാവുന്ന സമയത്തെങ്കിലും ഈ ആര്യന്റെ തനി സ്വഭാവം ജിസേൽ കണ്ടല്ലോ. കാരണം ഇത്രയും നാളും ജിസേലിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വേണമെങ്കിൽ തന്നെ പറയാം ആര്യൻ. കാരണം ജിസേലിനെ വെച്ച് കളിച്ച് ഇത്രയും എപ്പിസോഡ് വരെ കൊണ്ടുപോയി. അവസാനം ജിസേലിന് എന്ത് പറ്റി? ജിസേലിന് നാണവും പോയി, സ്വന്തം മാനവും പോയി, എല്ലാം പോയി. ജിസേൽ ഔട്ടാവുകയും ചെയ്ത്, കപ്പും അടിച്ചില്ല, ഒന്നും അടിച്ചില്ല, അല്ലേ? നെഗറ്റീവായിട്ട് പുള്ളിക്കാരി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ആരും ജിസേലിനെ വെച്ച് ഗെയിം കളിച്ചു. അവസാനം ജിസേൽ ഔട്ടായി പുറത്തോട്ട് വന്നു. അപ്പം ഇവിടെ ഇവർ തമ്മിലുള്ള വിഷയം ഈ ഒനിയൻ സാബുവും അതുപോലെ അക്ബറും തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ലൈവിൽ പലയിടങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് കുറേ ആൾക്കാർ അനുമോളെ കുറ്റം പറയുന്നു. അനുമോൾ എന്ത് ചെയ്തു? അനുമോൾ അന്ന് കണ്ട കാര്യം പറഞ്ഞു. അന്ന് ആ വിഷയം തീർന്നതാണ്. പിന്നെ ബിഗ് ബോസ് ആണ് ഈ ഒരു വിഷയം വീണ്ടും കൊണ്ട് ഈ ഒരു വിഷല് കാണിച്ച് കഴിഞ്ഞ ലാലേട്ടൻ്റെ എപ്പിസോഡിനകത്ത് ഈ ഒരു വിഷല് കാണിച്ചു. എനിക്ക് തോന്നുന്നു ആ ഒരു വിഷല് കാണിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചിലപ്പോൾ ഒരു പുതിയൊരു കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കും ബിഗ് ബോസ് അത് കാണിച്ചിട്ടുള്ളത്. കാരണം അങ്ങനെ അത് കാണിക്കുമ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കും, കണ്ടന്റ് കിട്ടും. സത്യം പറഞ്ഞാൽ ആ ഒരു വിഷയം വീണ്ടും എടുത്തുകൊണ്ട് വന്ന്, കാരണം സംസാരിച്ച് തീർന്നൊരു വിഷയമാണ്, ക്ലോസ് ചെയ്ത വിഷയമാണ്. അത് അന്നേ അല്ലേ ബിഗ് ബോസ് ഇതിനൊരു വാണിംഗ് കൊടുക്കണമായിരുന്നു. ഇതിനെ പറ്റിയിട്ട് അതിൻ്റെ ബിഗ് ബോസ് ഹൗസിനകത്ത് ആരും സംസാരിക്കുകയോ എടുക്കുകയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞൊരു വാണിംഗ് കൊടുക്കണമായിരുന്നു. ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ഇത് അവിടെ ഇവിടെ മൂലയ്ക്കെല്ലാം ചിന്തിരുന്നതിനെ പറ്റിയിട്ടെല്ലാം ഒനിയൻ സാബു അതുപോലെ അക്ബർ ഇവരെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ആര്യനും അത്ര നല്ല പുള്ളിയൊന്നുമല്ല. ഇപ്പം കിച്ചണിൽ വെച്ചിട്ട് നൈഫ് എടുത്തിട്ട് കാണിക്കുന്നതൊക്കെ അത്രയും ഒരു സീരിയസ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് അതും വിഷലും കാണിക്കുമ്പോഴത്തേക്ക് അതെല്ലാം കാണിക്കണം. കാരണം ആരും അത്ര മോശക്കാരനൊന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ ഉണ്ടല്ലോ, ഈ ഒരു ആയിട്ടാണ് ഇത്രയും ദിവസം പോയിട്ടുള്ളത്. അല്ലാതെ വേറെ ഒരു കണ്ടന്റും ഇതിനകത്തില്ല. ഈ ഒരു സീസണിനകത്ത് എന്ത് കണ്ടന്റാണുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റും ഇല്ല. എല്ലാവരും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് വെച്ച് അവിടെ നിൽക്കുന്നു. പിന്നെ അനീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി ഒരു കോമഡറായിട്ട് കയറിപ്പോയിട്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരിയെങ്കിലും ഒരു ജനങ്ങളുടെ ഇടയ്ക്ക് ഒരു സ്ഥാനം പിടിച്ചു പറ്റിയത് അനീഷ് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കണ്ടസ്റ്റൻസും ഇല്ല. നിലവിലുള്ള ഒരു സപ്പോർട്ട് വെച്ച് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അല്ലാതെ ഒരു കണ്ടസ്റ്റൻസും എക്സ്ട്രാ ഒരു ഓഡിയൻസിനെ ഉണ്ടാക്കുകയോ എക്സ്ട്രാ ഒരു ഓഡിയൻസിന്റെ സ്നേഹം നേടിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നിലവിൽ ഇപ്പം ഷാനവാസിന് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അനുവിനായിക്കോട്ടെ, അനുമോക്കായിക്കോട്ടെ, അതുപോലെ അവിടെ നിൽക്കുന്നുള്ള അക്ബറിനായിക്കോട്ടെ, ഇവരൊക്കെ ഒരു കയറി വന്നൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടല്ലോ, ആ ഒരു ഓഡിയൻസ് മാത്രമേ ഇപ്പോഴും അവർക്കുള്ളൂ. അല്ലാതെ എക്സ്ട്രാ ഓഡിയൻസ് ഒന്നുമില്ല. സാധാരണ
കഴിഞ്ഞ സീസണൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പം ജാസ്മിൻ ആയിക്കോട്ടെ, ജാസ്മിനൊക്കെ എക്സ്ട്രാ ഓഡിയൻസിനെ കൂടെ നേടിയെടുത്ത് കഴിഞ്ഞു. ഓൾറെഡി കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ പെർഫോമൻസ് വെച്ചിട്ട് കുറേ ആൾക്കാരെയും കൂടെ ആ ഒരു കുറേ ആൾക്കാരെ സപ്പോർട്ടും കൂടെ നേടിയെടുത്തു. അങ്ങനെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട്. അപ്പം ഈ അഖിൽ മാരാർ, അപ്പം പക്ഷെ റോബിനൊക്കെ വ്യത്യസ്തമാട്ടോ. റോബിനൊക്കെ ഒരു മനുഷ്യനും അറിയാതെ തന്നെ അവിടെ ചെന്ന് പെർഫോം ചെയ്ത് ഗെയിം കളിച്ച് മൈൻഡ് ഗെയിം കളിച്ച് നേടിയെടുത്ത ഓഡിയൻസ് സപ്പോർട്ടാണ്. അതുപോലൊരു ഓഡിയൻസ് സപ്പോർട്ട് ഒരു സീസണിനകത്തും ഇനി വരത്തുമില്ല. വന്നിട്ട് റോബിൻ ഉണ്ടാക്കിയ ഓളം ഉണ്ടല്ലോ, ഒരു സീസണിനകത്തും ഇനി വരത്തുമില്ല, വന്നിട്ടുമില്ല. എന്തൊക്കെ പറഞ്ഞാലും റോബിൻ ഒരു മുതൽ തന്നെയായിരുന്നു കേട്ടോ. ബിഗ് ബോസ് സീസൺ ഇപ്പം 7 സീസൺ, 1 തൊട്ട് 7 സീസൺ എടുത്തു നോക്കിക്കഴിഞ്ഞാലും റോബിൻ ഉണ്ടാക്കിയ ഒരു ഓളവും ഇനി അവിടെ ഒരു മനുഷ്യൻ ഉണ്ടാക്കാനും പോകുന്നില്ല. അപ്പം എന്തായാലും ഈ ഈ എപ്പിസോഡും ഈ ഒരു വിഷയമാണ് ചർച്ച. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പം ഇവരെ ജിസേലിനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല, പുള്ളിക്കാരി ഔട്ടാന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം പുള്ളിക്കാരിയുടെ ഗെയിം അവിടെ തീർന്നു. ഇനി പുള്ളിക്കാരി ഇതിനെ വെച്ചിട്ട് കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യുന്നതും ശരിയല്ല. കാരണം ഇനി ചിലപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇനി അതിൻ്റെ അകത്ത് ഇനി അടുത്ത ആഴ്ചയിൽ കണ്ടന്റ് പോകുന്നത്. പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ജിസേൽ ഔട്ടായ കാരണം അനുമോള് കാരണമാണ്. ഒരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ലൈവിനകത്തുള്ള വീഡിയോ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അനുമോള് കാരണമാണ് ജിസേൽ ഔട്ടായത്. അനുമോള് പറഞ്ഞതുപോലെ തന്നെ ജിസേൽ ഔട്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ ഇതുപോലെ ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, അടുത്ത ആഴ്ച നീ പോകും എന്ന് പറയുന്നുണ്ട്. അതൊരു ഗെയിമിൻ്റെ ഒരു പാർട്ട് ഓഫ് ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കും പറയുന്നത്. അല്ലാതെ എന്തോ ഒരു ശക്തി കൊണ്ട് അനുമോൾ ഔട്ടാക്കിയെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ അനുമോൾക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. അനുമോൾ കാരണമാണ് ഔട്ടായെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ചുമ്മാതാ. ഒരു പാവയെ പിടിച്ചുകൊണ്ട് പാവയുടെ ശക്തിയാണ് മണ്ണാങ്കട്ടയാന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ എന്തോ ഒരു ഗെയിമിൻ്റെ പാർട്ട് ഓഫ് ഗെയിമിൻ്റെ ഭാഗമായിട്ട് എന്തോ പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനാ, ജനങ്ങൾ വോട്ട് ചെയ്തില്ല, അത്ര തന്നെ. അല്ലാതെ വന്നിരുന്നിട്ട് കമന്റ് ഇട്ട് അൺഫെയർ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടെ അൺഫെയർ എന്ന് പറയുന്ന സമയം ഉണ്ടായിരുന്നാൽ അവിടെ ചെന്ന് വോട്ട് ചെയ്യണമായിരുന്നില്ലേ? അതാണ് വേണ്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം ഈ ജിസേൽ ഔട്ടായപ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാവരും കൂടെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നല്ലോ, അയ്യോ ജിസേൽ ഔട്ടായി, അൺഫെയർ ബിഗ് ബോസ്. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കടന്ന് കരയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊക്കെ ജിസേലിനെ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ആര്യനും ജിസേലും തമ്മിലുള്ള ഒരു പ്രശ്നം വന്ന സമയത്ത് ഈ പറയുന്ന ആൾക്കാർ എന്തുമാത്രം തെറികൾ ജിസേലിനെ വിളിച്ചിട്ടുണ്ട് കമന്റിലൂടെയും, അല്ലേ? എന്തുമാത്രം മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ജിസേല് അമ്മായിയമ്മ അല്ലെങ്കിൽ മാമിയാണ്, അതാണ് ഇതാണ്, ജിസേലിനെ പോലും ഒരു സ്ത്രീ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. വസ്ത്രദാനത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വസ്ത്രദാനം. അത് പിന്നെ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അന്ന് കിച്ചണിനകത്ത് നിന്നൊരു ഒരു സ്കിൻ കളറിലൊരു വസ്ത്രം ഇട്ടുകൊണ്ട് നിന്ന ഒരു ഇതുണ്ടല്ലോ, അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അത് മലയാളി പ്രേക്ഷകർ, കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു പരിപാടിയാണ്. അപ്പം ഈ പറയുന്ന ആൾക്കാരെല്ലാം ജിസേലിനെതിരെ സംസാരിച്ചിട്ട് ജിസേൽ ഇന്ന് എവിക്റ്റ് ആയെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് വന്നിട്ട് അൺഫെയർ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു മെഴുകുന്നു. അത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കരഞ്ഞു മെഴുകുന്നത് നിങ്ങൾ എന്നാ പിന്നെ ഇത്രയും കരഞ്ഞു മെഴുകുന്നത് നിങ്ങൾ എന്തുകൊണ്ട് വോട്ട് കൊടുത്തില്ല? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റൻസ് ആണെങ്കിൽ വോട്ട് കൊടുത്തില്ല. എന്തായാലും കൊള്ളാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അപ്പം see you.